അപ്പം മെട്രോ വന്നാൽ നല്ലതാണ്. കുറച്ചുകൂടെ ഡെവലപ്ഡ് ആവുന്നത് നല്ലതല്ലേ? കാലത്തിനനുസരിച്ച് മാറണമല്ലോ. തിരക്കുകൾ ഒന്നുകൂടെ ഒന്ന് ഒഴിവാക്കാൻ പറ്റും. മെട്രോ വരുന്നത് നല്ലതല്ലേ? നല്ല അഭിപ്രായമാണ്. നല്ലൊരു പരിപാടിയാണ്. ഇലക്ഷൻ ഗിമ്മിക്കാണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാലും പിന്നെ വരുന്നുണ്ടെങ്കിൽ വരട്ടെ, അത് തന്നെ അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നല്ല കാര്യമാണ്. എങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും. ഞങ്ങൾ പാപ്പനംകോടാണ്. മെട്രോ നല്ല കാര്യമല്ലേ? എൻ്റെ സ്ഥലവും പാപ്പനംകോടാണ്. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. എന്തായാലും ഇത് ഒരു ഇലക്ഷൻ സ്റ്റണ്ട് തന്നെ വന്നാൽ നല്ലതാണ്. ഇത് എന്നേ വരേണ്ടതാണ്. നല്ല കാര്യം എന്നേ പറയുള്ളൂ. പക്ഷേ ഈ വെച്ച് അഴപ്പിക്കായിരുന്നു മാത്രം. നല്ല കാര്യമല്ലേ? മെട്രോ വേണം, നമ്മുടെ സ്ഥലത്ത് മെട്രോ വേണം. ഇനി മെട്രോയും കൂടെ വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും ഗതികേടാണ്. മെട്രോ വരുന്ന നല്ലൊരു കാര്യമാണ്. പക്ഷേ നമ്മളെപ്പോലുള്ള ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് നല്ല രീതിയിലുള്ളൊരു അടിയാവും അത്. സാധാരണക്കാർക്ക് എല്ലാം എന്തായാലും നന്നായി ഉപകാരപ്പെടും. തലസ്ഥാന നഗരത്തിലും മെട്രോ വരാൻ പോവുകയാണ്. എന്നാൽ ഇതിൽ തിരുവനന്തപുരത്തുകാർക്കും പറയാനുണ്ട് ചിലത്. അതെന്തൊക്കെയാണെന്ന് കേട്ടു നോക്കാം. നല്ലതല്ലേ? ഈ ബുദ്ധിമുട്ടല്ലേ? നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഒരു ഓട്ടോ കയറണം, ബസ് പിടിക്കണം, വെയിലൊക്കെയാണ്, ബുദ്ധിമുട്ടാണ്. അപ്പം മെട്രോ വന്നാൽ നല്ലതാണ്. നല്ലതാണ്, വളരെ നല്ലതാണ്. കുറച്ചുകൂടെ ഡെവലപ്ഡ് ആവുന്നത് നല്ലതല്ലേ? കാലത്തിനനുസരിച്ച് മാറണമല്ലോ. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രി അല്ലേ? ഇനിയും ഒത്തിരി ഡെവലപ്ഡ് ആവാനുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മെട്രോ വരുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് കുറച്ചുകൂടെ ബ്ലോക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റുമല്ലോ. അപ്പം നല്ലതാണ്. ഇപ്പം എല്ലാവരും നേരിടുന്ന തിരക്കുകൾ ഒന്നുകൂടെ ഒന്ന് ഒഴിവാക്കാൻ പറ്റും. ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. മെട്രോ വരുന്നത് നല്ലതല്ലേ? കാരണം ഒരുപാട് പേർക്ക് ദൂരത്തോട്ടൊക്കെ പോകുന്നവർക്ക് പോകാൻ പറ്റും, പെട്ടെന്ന് എത്താൻ പറ്റുമല്ലോ. ഈ ബ്ലോക്കുകളിൽ നിന്ന് രക്ഷ കൂടിയായിരിക്കും. രക്ഷ കൂടെ ആയിരിക്കും. നല്ല അഭിപ്രായമാണ്. പക്ഷേ പണി നടക്കുമ്പോൾ അതിനനുസരിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ പണി നടക്കണം. കാര്യം റോഡുകൾ, ഇത്ര നല്ല റോഡുകൾ ഉണ്ടാക്കിയിട്ട് വീണ്ടും ഒരു ബ്ലോക്ക്, അത് ബുദ്ധിമുട്ടല്ലേ? പാപ്പനംകോടി പറഞ്ഞ പോലെ ഇത്രയും ഹൈവേ പോലെയാണ് ചെയ്തിട്ടിരിക്കണമെങ്കിലും അവിടെ അത്രയും ബ്ലോക്കാണ് റോഡും. ഒരു രാവിലെ 8 മണി തൊട്ട് ഒരു 11 മണി വരെ അതിനനുസരിച്ച് നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ മെട്രോ വന്നാൽ പകുതിയും ഒഴിയും. നല്ലൊരു പരിപാടിയാണ്. ഇലക്ഷൻ ഗിമ്മിക്കാണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാലും പിന്നെ വരുന്നുണ്ടെങ്കിൽ വരട്ടെ, അത് തന്നെ അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നല്ല കാര്യമാണ്. എങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും. ഞങ്ങൾ പാപ്പനംകോടാണ്. നന്നായി. കഴക്കൂട്ടത്തും ഉണ്ട്, കണിയാപുരത്ത് വീടുണ്ട്. അപ്പം പോകാൻ എളുപ്പമായി. നന്നായി, നല്ല കാര്യം. ഇത് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പം ആവുമെന്ന് അറിഞ്ഞൂടാ. ഞങ്ങളുടെ മക്കൾക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ. മെട്രോ നല്ല കാര്യമല്ലേ? കൊച്ചി പോലെയൊക്കെ നമ്മുടെ ട്രിവാൻഡ്രം ഒരു വലിയൊരു ഹമ്പായി മാറട്ടെ. അവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കണ്ട, വികസനമാണല്ലോ നമ്മുടെ വിഷയം. വികസനത്തിന് ഏത് പാർട്ടി ആയിരുന്നാലും വികസനം കൊണ്ടുവരുന്നതുകൊണ്ട് നമ്മൾ അനുകൂലിക്കും, അത് സ്വാഭാവികമാണ്. എൻ്റെ സ്ഥലവും പാപ്പനംകോടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സന്തോഷം. ഞാൻ ഇന്നത്തെ പത്രത്തിൽ വാർത്ത കണ്ടു. ഞാനൊരു ചെറിയൊരു മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോട് എനിക്ക് വളരെയധികം സന്തോഷമാണ്. അതിന് നടന്നെന്ന് പറഞ്ഞാൽ, കാരണം ഇലക്ഷൻ ഇതിപ്പോൾ ഇത്രയും നാളില്ലാതെ പിന്നെ ഇലക്ഷൻ സമയത്ത് കൊണ്ടുവയ്ക്കാൻ ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. എന്തായാലും ഇത് ഒരു ഇലക്ഷൻ സ്റ്റണ്ട് തന്നെ വന്നാൽ നല്ലതാണ്. ഇത് എന്നേ വരേണ്ടതാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇവർക്ക് 10 വർഷമായിട്ട് ഭരിച്ചിട്ട് ഇതുവരെ നടന്നില്ലെന്ന് പറയണം. ഇപ്പോൾ കൊണ്ടുവയ്ക്കുന്നത് ഈ ഇലക്ഷന് വേണ്ടി തന്നെയാണ്. അത് വളരെ നല്ലതാണ്. വളരെ യാത്രക്കാർക്ക് ഒക്കെ ട്രിവാൻഡ്രം വലിയൊരു സിറ്റിയായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം പോർട്ടും ഇൻ്റർനാഷണൽ എയർപോർട്ടും ഒക്കെ കൊണ്ട് ട്രിവാൻഡ്രത്തിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. മെട്രോ കൂടുതൽ പ്രയോജനകരമായിരിക്കും എന്നാണ് കരുതുന്നത്. നല്ല കാര്യം എന്നേ പറയുള്ളൂ. പക്ഷേ ഈ വെച്ച് അഴപ്പിക്കായിരുന്നു മാത്രം. അത്രേ ഉള്ളൂ പറയാനുള്ളത്. അങ്ങനെയൊന്നുമില്ലേ? വന്നാൽ നല്ലതല്ലേ? മനുഷ്യർക്ക് നല്ലതല്ലേ? പ്രത്യേകിച്ച് ആ സ്ത്രീകാര്യത്വം വരെ വരണം. നല്ല കാര്യമല്ലേ? മെട്രോ വേണം, നമ്മുടെ സ്ഥലത്ത് മെട്രോ വേണം. തിരുവനന്തപുരത്താണ് മെട്രോ വരേണ്ടത്. അതിന് എറണാകുളത്ത് പോയി. തിരുവനന്തപുരത്ത് മെട്രോ അർജൻറ്റ് വേണം. അത്രയും തിരക്കും കുറയും. വണ്ടി ഡെയിലി ഇറങ്ങിക്കൊണ്ട് നമുക്ക് പോലും തള്ളിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല. ആൾക്കാർക്ക് അങ്ങനെയെങ്കിലും ഒരു വൈകുന്നേരം ഓഫീസ് ടൈമൊക്കെ ആയിക്കഴിഞ്ഞാൽ രാവിലെ മുതൽ 10-11 മണി വരെ ഭയങ്കര തിരക്കായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 മണിക്ക് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ കുറേ മാറി കിട്ടും. എന്തായാലും കുറച്ച് വൈകിപ്പോയി എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. പിന്നെ ആ എറണാകുളത്ത് വന്ന സമയത്ത് നമുക്ക് ഇവിടെയും വരണമായിരുന്നു. അതാണ് നല്ലതായിരുന്നത്. സാധാരണപ്പെട്ട നമ്മളെപ്പോലെ ഓട്ടോ തൊഴിലാളികൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് വരുത്തുന്ന ഒരു ഇതാണ് മെട്രോ വരുന്നത്. ഓട്ടോറിക്ഷ ഇപ്പോഴേ ഓട്ടോറിക്ഷ ഓട്ടങ്ങളില്ല. ഇനി മെട്രോയും കൂടെ വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും ഗതികേടാണ്. സാധാരണ 30-50 രൂപയുടെ ഓട്ടം നമുക്ക് കിട്ടാതെ ഇപ്പം ഊബർ വന്നതിന് ശേഷം സ്റ്റാൻഡിൽ കിടക്കുന്ന വണ്ടികൾക്കൊന്നും 100 രൂപയ്ക്ക് മുകളിലോട്ടുള്ള ഒരു ഓട്ടോ കിട്ടുന്നില്ല. വളരെയധികം ദയനീയതയാണ്, കഷ്ടതയാണ്. മുമ്പൊക്കെ 1000 രൂപയ്ക്ക് 500-800 രൂപയ്ക്ക് ഓടും. ഇപ്പോൾ 500 രൂപയ്ക്ക് പോലും ഓടുന്നില്ല. ആ അവസ്ഥയായി. മെട്രോ വരുന്ന നല്ലൊരു കാര്യമാണ്. പക്ഷേ നമ്മളെപ്പോലുള്ള ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് നല്ല രീതിയിലുള്ളൊരു അടിയാവും അത്. മെട്രോ വരുമ്പോൾ നമ്മളാ കഞ്ഞൂടി മുട്ടിക്കണ ഒരു ഇതാണ് വരുന്നത്. അത്രേ ഉള്ളൂ.
സാധാരണക്കാർക്ക് എല്ലാം എന്തായാലും നന്നായി ഉപകാരപ്പെടും. കാരണം അതിൻ്റെ റൂട്ട് അനുസരിച്ച്, കണക്ഷൻ അനുസരിച്ച്, പിന്നെ റേറ്റും വലിയൊരു ഹൈക്കൊന്നും ഉണ്ടാവില്ലല്ലോ, റീസണബിളായിട്ട് റേറ്റ് ആയിരിക്കും. അപ്പോൾ ഈ സിറ്റിയുടെ ട്രാഫിക്കിൽ നിന്ന് ഒരുപാട് രക്ഷപ്പെടാൻ പറ്റും. അത് തന്നെ പ്രധാനമായിട്ടും ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും പെട്ടെന്ന് എത്തിച്ചേരാം. ഇപ്പം എറണാകുളത്തൊക്കെ അതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്ത് മെട്രോ വരുന്നതിനെ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയാണ് തിരുവനന്തപുരത്തുകാർ. അവർക്ക് അല്പം സങ്കടമുള്ളത് വൈകിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം ഓട്ടോ തൊഴിലാളികൾക്ക് ചെറിയ ആശങ്കയുമുണ്ട്, അവരുടെ വരുമാനം കുറയുമോ എന്നത്. രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.